ഒന്നും രണ്ടോ അപ്ഡേറ്റുകളല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഉപകാരപ്പെടുന്നതുമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 8 അപ്ഡേറ്റുകളാണ് യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 8 അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ 8 അപ്ഡേറ്റുകൾ നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ എല്ലാ അപ്ഡേറ്റുകളും യൂട്യൂബ് ഓരോ സെഗ്മെൻറ്റുകളായിട്ടാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് AI ക്രിയേറ്റർ റെവല്യൂഷൻ. ഇതിനുള്ളിൽ തന്നെ യൂട്യൂബ് 3 അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് AI അവതാർ. എന്താണ് ഈ AI അവതാർ? അത് ആദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് ഇതുവരെ ഈ ഫേസ്ലെസ് ചാനലുകൾ, ഈ ഫേസ് കാണിച്ച് വീഡിയോസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തവർ എന്താണ് ചെയ്തിട്ടുള്ളത്? അവർ എന്തെങ്കിലും സ്റ്റോക്ക് വീഡിയോസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോസ് ഉപയോഗിച്ചിട്ട് അവരുടെ ഫേസ് കാണത്തില്ല, എന്നിട്ട് അവരുടെ സ്വന്തം വോയിസ് ഓവർ കൊടുത്തിട്ടാണ് അവർ ഇതുവരെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ ഈ AI അവതാർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ഒരു AI അവതാർ ക്രിയേറ്റ് ചെയ്ത് തരും. അത് കാണാൻ എക്സാക്ട്ലി നിങ്ങളെപ്പോലെ തന്നെയായിരിക്കും, അത് സംസാരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംസാരിക്കുന്ന ഒരു ഡിജിറ്റൽ വെർഷൻ യൂട്യൂബ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഫേസ് കാണിച്ച് വീഡിയോസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തവർക്ക് നിങ്ങളെപ്പോലെ തന്നെ തോന്നിക്കുന്ന ഒരു AI അവതാർ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിങ്ങളുടെ സ്വന്തം വോയിസ് ഓവറൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ലിപ്സിങ് മാച്ച് ചെയ്ത് ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. കാരണം ഈ ഫേസ് കാണിച്ച് വീഡിയോസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണിത്. ഇനി ഈ സെഗ്മെൻറ്റിലുള്ള രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് AI തംബ്നെയിൽ ജനറേറ്റർ. അതായത് ഈ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പല ആളുകളും മറ്റുള്ളവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ക്യാൻവ പോലുള്ള പല ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഈ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള AI ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഇനി മുതൽ യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള ആസ്ക് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണ്, കേരള സ്റ്റൈൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അവിടെ പ്രോംപ്റ്റ് കൊടുക്കാം, ക്രിയേറ്റ് എ തംബ്നെയിൽ ഫോർ ഹൗ ടു കുക്ക് കേരള സ്റ്റൈൽ ചിക്കൻ കറി വിത്ത് എ ഹാപ്പി ഫേസ്. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ഷോക്കിംഗ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൊടുത്ത് വിത്ത് എ ഷോക്കിംഗ് ഫേസ്. ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുത്ത് യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള ആസ്ക് സ്റ്റുഡിയോയിൽ തന്നെ ഈ രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ തംബ്നെയിലിനെ തന്നെ പിന്നീട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും വളരെ നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇനി ഈ സെഗ്മെൻറ്റിലുള്ള മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് AI കമൻറ്റ് സെർച്ച് ടൂൾ. അതായത് നിങ്ങൾക്ക് ഒരുപാട് കമൻറ്റ്സ് വരികയാണെങ്കിൽ അതിൽ നിന്നും ഏതെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ തപ്പിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഓരോ കമൻറ്റ്സായിട്ട് നോക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ്സിനെ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പല ഓഡിയൻസ് നിങ്ങളോട് പറയാറുണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണേ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യണേ, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കമൻറ്റ് എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തപ്പിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള കമൻറ്റ്സ് മാത്രം കാണിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കമൻറ്റ്സ് മാത്രം നിങ്ങളെ കാണിക്കും. അത് നോക്കി മനസ്സിലാക്കി എന്നിട്ട് ഈ ഓഡിയൻസ് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് ഈ നെഗറ്റീവ് കമൻറ്റ്സ് മാത്രം കാണിക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ്സ് മാത്രം കാണിക്കും. അപ്പോൾ ആ നെഗറ്റീവ് കമൻറ്റ്സിനെ എല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സിനെ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 അപ്ഡേറ്റുകളാണ് ഈ ആദ്യത്തെ സെഗ്മെൻറ്റിൽ യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെഗ്മെൻറ്റാണ് കണ്ടന്റ് ക്രിയേഷൻ ബൂസ്റ്റ് സെഗ്മെൻറ്റ്. ഇതിനുള്ളിലെ 2 അപ്ഡേറ്റുകളാണ് യൂട്യൂബ് തന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷോർട്സ് റീമിക്സിങ് ഫാസ്റ്റർ. അതായത് ഈ ഷോർട്ട് വീഡിയോസ് റീമിക്സ് ചെയ്യുന്നവർക്ക് മൾട്ടിപ്പിൾ സ്റ്റെപ്പുകൾ ചെയ്തിട്ട് വേണം ഒരു ഷോർട്ട് വീഡിയോ വളരെ നന്നായി റീമിക്സ് ചെയ്തെടുക്കാൻ. ചില സമയത്ത് ഇത് സ്ലോയുമായിരിക്കും. ഈ ഒരു സംഭവത്തെയാണ് യൂട്യൂബ് ഇനി മുതൽ ഫാസ്റ്റ് ആക്കാൻ പോകുന്നത്. ഇനി മുതൽ നിങ്ങളൊരു വൈറൽ ഷോർട്ട് വീഡിയോ കണ്ട് അതിനെ നിങ്ങൾക്ക് റീമിക്സ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ആയിരിക്കും. അതായത് വളരെ സ്പീഡിൽ അതിനെ റീമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും യൂട്യൂബ് അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ സ്പീഡും കൂടുതലായിരിക്കും, അതുപോലെ ഇത് വൈറലാകാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ റീമിക്സ് വീഡിയോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണിത്. ഇനി ഈ സെഗ്മെൻറ്റിലുള്ള അടുത്ത അപ്ഡേറ്റ് ആണ് പ്ലേയബിൾസ് ഇൻ ലൈവ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിൽ പലർക്കും ഓൾറെഡി കിട്ടിയിട്ടുമുള്ളതാണ്.
അതായത് നിങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈവിൽ നിങ്ങൾക്ക് മിനി ഗെയിംസ് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ ഒരുപാട് നേരം നിങ്ങളുടെ ലൈവിൽ തന്നെ പിടിച്ചിരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷനും കൂടിയെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ വാച്ച് അവറും ഇതിലൂടെ കൂടി കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സെഗ്മെൻ്റ് ആണ് ക്രിയേറ്റർ കൺട്രോൾസ്. ഇതിലും 2 അപ്ഡേറ്റുകളാണുള്ളത്. ഈ 2 അപ്ഡേറ്റുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായ അപ്ഡേറ്റുകൾ തന്നെയാണ്. ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ചാനൽ ഗൈഡ് ലൈൻസ്. അതായത് ഇപ്പം നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന കമൻസിന് ഒരു കൺട്രോളും ഇല്ല. ആർക്ക് വേണമെങ്കിലും എന്ത് ചീത്ത വേണമെങ്കിലും വിളിക്കാം, എന്ത് ടോക്സിക് കമൻസ് വേണമെങ്കിലും ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കൺട്രോളും ഇല്ലാതെയാണ് ഇപ്പോൾ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ ചാനലിൽ ഒരു ചീത്ത കമൻസുകളും വരരുത്. ആ ഒരു സെറ്റിംഗ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചീത്ത കമൻസ് അയക്കുന്നവർ അവിടെ ഇരുന്നോണ്ട് ചീത്ത കമൻസ് അയച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അത് നമ്മുടെ ചാനലിൽ ഷോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ടോക്സിക് കമൻസും വരരുത്. ആ ഒരു സെറ്റിംഗ് ചെയ്തു കൊടുത്താൽ അവരവിടെ ഇരുന്നോണ്ട് ടോക്സിക് കമൻസ് അയച്ചുകൊണ്ടിരിക്കും. അതും നമ്മുടെ ചാനലിൽ ഷോ ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏത് തരത്തിലുള്ള കമൻസ് വരണം, ഏത് തരത്തിലുള്ള കമൻസ് വരരുത്, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ചീത്ത കമൻസും നെഗറ്റീവ് കമൻസും ഒക്കെ വരുന്നതായിരിക്കും. അതിനെ നമുക്ക് തന്നെ നമ്മുടെ ചാനലിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ സെഗ്മെന്റിലുള്ള അടുത്ത അപ്ഡേറ്റ് ആണ് സ്കിപ്പബിൾ ആഡ്സ് പോപ്പപ്പ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വീഡിയോ ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സ്കിപ്പബിൾ ആഡ്സ് വരുമല്ലോ. അതിൽ സ്കിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം അങ്ങ് പോകും. എന്നിട്ട് നമ്മുടെ വീഡിയോ മാത്രം വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. ഇനി മുതൽ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇതേപോലെ സ്കിപ്പബിൾ ആഡ് വരികയാണ്. അവരതിൽ സ്കിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം അങ്ങ് പോകും. പക്ഷേ അത് കംപ്ലീറ്റ്ലി പോകത്തില്ല. ആ പരസ്യം അതൊരു ഡിജിറ്റൽ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഡൗൺലോഡ്, ബൈ നൗ, ഇതേപോലെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ മാത്രം നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും കോർണറിൽ അതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഓഡിയൻസിന് അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബൈ ചെയ്യണമെങ്കിലോ അതിലൂടെ അവർക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സെഗ്മെൻ്റ് ആണ് AI വ്യൂവിംഗ് സിസ്റ്റം. ഇതിനുള്ളിലുള്ള ഒരേ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്, AI കറോസൽ റിമൂവ്. അതായത് നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ AI സജഷൻസ് ആയിരിക്കും ചില സമയത്ത് ഏറ്റവും ടോപ്പിൽ നമ്മളെ കാണിക്കുന്നത്. അതായത് AI തന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കാണിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെബ്സൈറ്റ് റെഫർ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെ ഉണ്ടാകത്തില്ല. അത് യൂട്യൂബ് ഇനി മുതൽ റിമൂവ് ചെയ്യുകയാണ്. ഇനി മുതൽ നമ്മൾ എന്തെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ AI സജഷൻസ് ഏറ്റവും ടോപ്പിൽ കാണിക്കത്തില്ല. നോർമൽ വീഡിയോസ് തന്നെ നമ്മളെ താഴെയായിട്ട് കാണിക്കും. അപ്പോൾ ഇതാണിപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ 8 അപ്ഡേറ്റുകൾ. ഈ എല്ലാ അപ്ഡേറ്റുകളും വളരെ നല്ല അപ്ഡേറ്റുകളും വളരെ യൂസ്ഫുൾ ആയ അപ്ഡേറ്റുകൾ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.